السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂക്ഷിക്കുവാൻ, ജാഗ്രത പാലിക്കുവാൻ കൽപ്പിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ശർറാണ് പിശാചിൻ്റെ ശർറ് എന്നുള്ളത്. ശൈത്താൻ അവൻ മനുഷ്യൻ്റെ മുഖ്യ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. പിശാച് അവൻ്റെ ആളുകളെ ക്ഷണിക്കുന്നത് നരകത്തിൻ്റെ വക്താക്കളാകുന്നതിനു വേണ്ടിയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ വ്യക്തമായ പ്രകടമായ ശത്രുതയുള്ള നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. വ്യക്തമായ ശത്രു എന്നാൽ അവൻ്റെ ശർറ് വ്യക്തമാണ്, എന്നാൽ അവനെ നേരിൽ കാണാൻ സാധിക്കുകയില്ല. ഒരു പ്രത്യേക തരം ശത്രുവാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്കുള്ള ശത്രുക്കളെപ്പോലെ നേരിൽ കാണാൻ സാധിക്കാത്ത പരോക്ഷമായ മറഞ്ഞിരിക്കുന്ന ശത്രുവാണ് പിശാച് എന്നുള്ളത്. ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത രൂപത്തിൽ. നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല, പക്ഷെ അവർ നമ്മളെ കാണുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. നിങ്ങളെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വഞ്ചിച്ച് കളയുന്ന മഹാവഞ്ചകനായ പിശാച് അവൻ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൻ്റെ ശൈത്താനിൻ്റെ ശർറിൽ നിന്ന് സൂക്ഷിക്കുവാൻ, അവനെ കരുതിയിരിക്കുവാൻ നമുക്ക് താക്കീത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ശൈത്താനിനെ സൂക്ഷിക്കുക, അവൻ്റെ ഷെറിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശൈത്താനിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഒരുപാട് ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഊദു ബിക മിൻ ശർരി നഫ്സി വ മിൻ ശർരി ശൈത്താനി വ ശിർകിഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇങ്ങനെ തുടങ്ങി ഇസ്തിആദത്ത്, ശൈത്താനിൽ നിന്ന് അള്ളാഹുവിലേക്ക് അഭയം തേടുന്ന ഒരുപാട് ദുആകൾ, ഒരുപാട് ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം നമ്മൾ കരുതിയിരിക്കേണ്ട ഷർറാണ് പിശാചിൻ്റേത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഊദു ബിക മിൻ ശർരി നഫ്സി. അള്ളാഹുവേ, എൻ്റെ നഫ്സിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വമിൻ ശർരി ശൈത്താനി വശിർക്കിഹി. ശൈത്താൻ അവൻ്റെ ഷർറിൽ നിന്നും, അവൻ്റെ ഷിർക്കിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയ കാര്യമാണ് ശൈത്താനിൻ്റെ ഷർറ്. എന്നാൽ ശൈത്താൻ അവനെ പിൻപറ്റിയാൽ, അവൻ്റെ വസ്വാസുകൾ അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ഷെറിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പര്യവസാനം നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈക ഹിസ്ബു ശൈത്താൻ അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ശൈത്താനിൻ്റെ കൂട്ടുകാർ, അവൻ്റെ കക്ഷി, അവർ നഷ്ടക്കാരാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ശൈത്താനിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്.
പ്രത്യേകിച്ചും തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അവരെ വഴിതെറ്റിക്കുവാൻ ശൈത്താൻ കിടഞ്ഞു പരിശ്രമിക്കും. അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഒരു ഉപദ്രവവും അവരെ വഴിപിഴപ്പിക്കുവാനും ശൈത്താനിന് സാധിക്കുകയില്ല. അവരെ കാര്യത്തിൽ ശൈത്താന് ഒരു മാർഗവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ. അള്ളാഹു ശൈത്താനിനോട് പറയാണ്, എൻ്റെ അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താനുൻ, അവരുടെ കാര്യത്തിൽ നിനക്ക് ഒരു അധികാരവുമില്ല, ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, നിന്നെ പിൻപറ്റുന്ന അക്രമികാരികളായ ആളുകൾ ഒഴികെ. അപ്പോൾ ശൈത്താൻ അവൻ്റെ ഷെറിൽ അകപ്പെടുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ ശൈത്താൻ വീണ്ടും വീണ്ടും പിഴവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായ മുഅ്മിനീങ്ങളായ ആളുകൾ, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ കാര്യത്തിൽ ശൈത്താനിന് ഒരു അധികാരവും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇത് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. എൻ്റെ അടിമകൾ, അവർക്ക് അവരുടെ കാര്യത്തിൽ നിനക്ക് ഒരു അധികാരവുമില്ല. ഇനി സഹോദരങ്ങൾ, ശൈത്താനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉൾപ്പെടുവാൻ, ശൈത്താനിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ശൈത്താൻ, അവനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അവൻ ഖന്നാസ് ആണ്. അൽ ഖന്നാസ്, പിന്തിരിഞ്ഞു പോകുന്നവനാണ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ. പല രൂപത്തിൽ ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്തിരിഞ്ഞു പോകുന്നവൻ എന്നാൽ മനുഷ്യന്മാർക്ക് വസ്വാസ് ഇട്ട് കൊടുക്കും, എന്നിട്ട് അവൻ പിന്തിരിഞ്ഞു പോകും. അതുപോലെ തന്നെ മനുഷ്യന്മാരെ തിന്മകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കും, എന്നിട്ട് പിന്തിരിഞ്ഞു പോകും. അതുപോലെ തന്നെ പിശാചി, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാചി പിന്തിരിഞ്ഞു പോകും. അങ്ങനെ പല രൂപത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സൂചനയാണ് സൂറത്തുൽ ഹശ്റിലെ ആയത്ത്, കമസലി ശൈത്താനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ. ശൈത്താൻ അവൻ മനുഷ്യന്മാരോട് പറയും, നീ കുഫ്ർ ചെയ്യുക എന്ന് പറയും. ഫലമ്മാ കഫർ, അങ്ങനെ മനുഷ്യന്മാർ കുഫ്ർ ചെയ്താൽ അവൻ പറയും, ഇന്നി ബരീഉം മിൻക്, നിന്നിൽ നിന്ന് ഞാൻ വേറിട്ടവനാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. ഇതേ സംഭവം തന്നെയാണ് ബദർ യുദ്ധത്തിൽ സംഭവിച്ചത്. ബദർ യുദ്ധത്തിൽ മക്കാ മുശ്രിക്കുകളെ ഇളക്കിവിട്ടത് പിശാജാണ്. പിശാജ് പറഞ്ഞു, വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് വ ഇന്നി ജാറുൽ ലക്കും, ഇന്ന് നിങ്ങളെ തോൽപ്പിക്കുവാൻ ജനങ്ങളിൽ ആരും തന്നെയല്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, അതുകൊണ്ട് വാ യുദ്ധം ചെയ്യാം. അങ്ങനെ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ വഖാല ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. രണ്ട് കൂട്ടർക്കിടയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ നകസ അലാ അഖിബൈ, അവൻ പിന്തിരിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണഭൂമിയിലേക്ക് വെള്ളക്കുതിരയുടെ മേൽ വെള്ള വസ്ത്രവും ധരിച്ച് വാളും പിടിച്ച് പൊടി പാറിപ്പിച്ച് വരുന്നത് ശൈത്താൻ കണ്ടപ്പോൾ ശൈത്താൻ പറഞ്ഞു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പിന്തിരികയാണ്. ഇതാണ് ഖന്നാസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പിശാചി നമ്മൾ മനുഷ്യന്മാരോട് കുഫ്ർ ചെയ്യാൻ പറയും, തിന്മ ചെയ്യാൻ പറയും. തിന്മ ചെയ്തു കഴിഞ്ഞാലോ അവൻ വേറിട്ട് പോകും, ഞാൻ നിന്നിൽ നിന്ന് മുക്തനാണ് എന്ന് പറയും. അതുകൊണ്ടാണ് തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഖേദമുണ്ടാകണം. ആ തിന്മകൾ ചെയ്യാൻ എടുത്ത ഉത്സാഹം, ആവേശം പിന്നെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകൂല, അത് നിന്നുപോകും. അതിനെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശൈത്താൻ ഖന്നാസ് ആണെന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. അവിടെ പിന്നെ പിശാചിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അയാളുടെ വാഹനം കേടായപ്പോൾ അയാൾ പറഞ്ഞു, ഷെയ്ത്താൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ ഷെയ്ത്താൻ അവൻ വലുതാവും, ഭയങ്കര അഹങ്കാരം കൂടും. എന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിനോട് അഭയം തേടിയാൽ ഷെയ്ത്താൻ ചെറുതായി പോകും. ബാങ്കിൻ്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ബാങ്ക് കൊടുക്കുന്നത് ഷെയ്ത്താൻ കേട്ടുകഴിഞ്ഞാൽ വളരെ വിദൂരത്തേക്ക് ഷെയ്ത്താൻ ഓടിപ്പോകും. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരും. ഇഖാമത്ത് കേട്ടാൽ അതുപോലെ തന്നെ ഓടിപ്പോകും. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയത്തിൽ, ശരീരത്തിൽ, വീട്ടിൽ ഷെയ്ത്താനിന് ഒരിക്കലും ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. ഇദാ ദുക്കിറ അല്ലാഹ് ഖനസ്, അള്ളാഹുവിനെ ഓർക്കപ്പെട്ടാൽ അവൻ പിന്തിരിഞ്ഞു പോകും. എന്നാൽ മനുഷ്യന്മാർ അള്ളാഹുവിനോടുള്ള ദിക്റിൽ അശ്രദ്ധ കാണിച്ചാൽ, മറവി കാണിച്ചാൽ, അങ്ങനെ മറവി കാണിക്കുന്ന, അശ്രദ്ധ കാണിക്കുന്ന ഹൃദയത്തിലും ശരീരത്തിലും വീട്ടിലുമാണ് പിശാചിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവരുടെ കാര്യത്തിൽ ഷെയ്ത്താനിന് ഒരു അധികാരവുമില്ല. ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടിമകളിൽ എങ്ങനെയാണ് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക? ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹ് അദ്ദേഹം ക്രോഡീകരിച്ച 10 കാര്യങ്ങൾ, അത് മാത്രമാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅന്ന അഹമ്മഹ വഅഅദമഹ 10 ഹുറൂസ്. ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അത്തഊദു ബില്ലാഹി മിൻഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവനിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഷെയ്ത്താനിൻ്റെ ഷർറിൽ നിന്ന് ഇസ്തിആദത്ത് തേടുക, അഭയം തേടുക. ഇതാണ് ഒന്നാമത്തെ മാർഗം. നോക്കൂ, ഷെയ്ത്താനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഷെയ്ത്താനാകട്ടെ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ കാണാത്ത ശത്രുവിനെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക? അതാണ് ഇവിടെ പറയുന്നത്. ഷെയ്ത്താനിൻ്റെ കൈദുകളെക്കുറിച്ച്, ഷെയ്ത്താനിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് അവൻ്റെ കാര്യത്തിൽ അഭയം തേടുക. ഇങ്ങനെയാണ് ഷെയ്ത്താനിൽ നിന്ന് നമ്മൾ സ്വയം പ്രതിരോധിക്കേണ്ടത്. ഷെയ്ത്താനിൻ്റെ ഷർറിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിആദത്തിനെ ചോദിക്കുക, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്യുക, ഷെയ്ത്താനിൽ നിന്ന് അഭയം തേടുക എന്നുള്ളതാണ്. എന്താണ് പിന്നെ ഇസ്തിആദ, അതല്ലെങ്കിൽ തഅവൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുക, ഇവൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക എന്നുള്ളതാണ്. അപ്പം അഭയം തേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഷർറായിക്കൊണ്ടാണ് ഷെയ്ത്താനിൻ്റെ ഷർറിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. എന്താ പറഞ്ഞത്? ഷെയ്ത്താനിൽ നിന്ന് വല്ല ദുർബോധനവും നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ അഭയം തേടി പോകുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിആദത്ത് തേടേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭം. ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഖുർആൻ ഓതുമ്പോഴുള്ള സന്ദർഭം. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുർആൻ പാരായണം ചെയ്താൽ ഷെയ്ത്താനിൽ നിന്ന് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം തേടി പോകുക. കാരണം എന്താ?
ഷെയ്ത്താനിൻ്റെ പണി എന്നാൽ മനുഷ്യന്മാരെ ഹിദായത്തിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഷെയ്ത്താനിൻ്റെ വസ്വാസുകൾ, അവൻ്റെ ഷർറ് അത് കൂടുതലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഷെയ്ത്താനിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത്തരത്തിൽ അൽ ഇസ്തിആദ, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ടതാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദുആ. ഇത്തരം ചെറിയ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം ദിക്റുകൾ, ദുആകൾ നമ്മൾ പ്രാവർത്തികമാക്കണം. അതിനെ നിസ്സാരമായി തള്ളാൻ പാടില്ല. അത് പ്രാവർത്തികമാക്കിയാൽ അതിൻ്റെ സ്വാധീനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം, അല്ലാഹുവേ ആൺ പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്താ ബാത്റൂമിൽ കയറുമ്പോൾ ഇത് ചൊല്ലുവാൻ പഠിപ്പിച്ചത്? ബാത്റൂം, ടോയ്ലറ്റ് എന്നുള്ളത് ഷെയ്ത്താനിൻ്റെ കേന്ദ്രമാണ്. മോശമായ ഗന്ധമുള്ള സ്ഥലങ്ങൾ, ഇരുട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഷെയ്ത്താനിന് താല്പര്യമുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷെയ്ത്താനിൻ്റെ ഷർറുകൾ അത് നമ്മളെ ബാധിക്കാതിരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഇസ്തിആദത്ത് തേടുവാൻ നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടുവാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ. ഇത് പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. ഉറക്കത്തിൽ നിന്ന് നെറ്റി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് നെറ്റി എഴുന്നേൽക്കപ്പോഴാണ്, മോശമായ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ്. മോശമായ സ്വപ്നങ്ങൾ അത് ഷെയ്ത്താനിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ത്താൻ മനുഷ്യന്മാരെ കൊണ്ട് കളിക്കുന്നതാണത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പം മോശമായ സ്വപ്നങ്ങൾ കണ്ട് നെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് ചൊല്ലണം, അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ പരിപൂർണമായ കെലിമത്തുകൾ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ഗളബിഹി വഇഖാബിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും. വമിൻ ശർരി ഇബാദിഹി, അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ ഷർറിൽ നിന്നും. വമിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ഹമസാത്തിൽ നിന്നും, അവരുടെ വസ്വാസുകളിൽ നിന്നും, ദുർമന്ത്രങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. വഅൻ യഹ്ദുറൂൻ, അവർ നമ്മളിൽ ഹാദിറാകുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇസ്തിആദത്ത് ചൊല്ലേണ്ട മറ്റൊരു സന്ദർഭം എപ്പോഴാണ്? നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ഇടതുഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു? 3 തവണ ഉമിനീര് തെറിക്കുന്ന രൂപത്തിൽ ഊതുവാൻ വേണ്ടി പഠിപ്പിച്ചു. അതുപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കണ്ടാലും അതുപോലെ തന്നെ ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. ഫല്യതഅവ്വദ് മിൻഹു വലിയത്ഫിൽ അൻ യസാരിഹി സലാസൻ, ഷെയ്ത്താനിൻ്റെ ഷർറിൽ നിന്ന് 3 തവണ രക്ഷ തേടുകയും 3 തവണ ഇടതുഭാഗത്തേക്ക് ഉമിനീര് തെറിക്കുന്ന രൂപത്തിൽ ഊതുകയും ചെയ്യുക. ഇത് നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടായിക്കഴിഞ്ഞാലും ഉറക്കത്തിൽ നിന്ന് മോശമായ സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുവാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്നാൽ അള്ളാഹുവിനോട് പിശാചിൻ്റെ ഷർറിൽ നിന്നും രക്ഷ ചോദിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സുന്നത്തായ സന്ദർഭങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
രണ്ടാമത്തെ കാര്യം ഖിറാഅത്തുൽ മുഅവ്വിദതൈൻ, മുഅവ്വിദതൈനുകൾ ഓതുക. മുഅവ്വിദതൈൻ എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഈ രണ്ട് സൂറത്തുകൾക്കാണ് മുഅവ്വിദതൈനി എന്ന് പറയും. മുഅവ്വിദതൈനി എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷ ചോദിക്കുന്നതിന് വേണ്ടി പാരായണം ചെയ്യുന്നത്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിന്നാസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മാ സഅല സായിലും ബിമിസ്ലിഹിമ, ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് ചോദിച്ചതുപോലെ ഒരുവനും ചോദിച്ചിട്ടില്ല. വലസ്തആദ മുസ്തഈദും ബിമിസ്ലിഹിമ, ഇതുകൊണ്ട് രക്ഷ തേടിയതുപോലെ ഒരുവനും രക്ഷ തേടിയിട്ടില്ല. ചില ഹദീസുകളിൽ കാണാം അഫ്ളു മാ യതഅവ്വദു ബിഹിൽ മുതഅവ്വിദൂൻ, രക്ഷ ചോദിക്കുന്നവർ രക്ഷ ചോദിച്ചതിൽ ഏറ്റവും അഫ്ളലായ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഈ രണ്ട് സൂറത്തുകളുടെ അർത്ഥം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ ഷെറുകളിൽ നിന്നും, സകല ഷെറുകളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന രണ്ട് സൂറത്തുകളാണ്. ഈ സൂറത്ത് അവതരിക്കാൻ തന്നെയുള്ള കാരണം എന്താ? ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ അവിടുന്ന് ചെയ്യാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സിഹ്ർ ചെയ്ത സംഗതി കണത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സൂറത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ റുഖ്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുക. പുലരിയുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളിൽ എന്തൊക്കെ ഷെറുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. എല്ലാ ഷെറും ഇതിൽപ്പെട്ടു. ഭൂലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചതിൽ എന്തൊക്കെ ഷെറുണ്ടോ ആ ഷെറിൽ നിന്നെല്ലാം രക്ഷ ചോദിക്കാൻ. എല്ലാ ഷെറും ഇതിൽപ്പെട്ടു. ഇനി പ്രത്യേകമായ ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവകരമായ ഷെറുകളിൽ നിന്ന് എന്താണത്? വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രി അതിൻ്റെ ഇരുൾ മൂടിയാൽ അതിൻ്റെ ഷെറിൽ നിന്ന്. രാത്രി ഇരുൾ മൂടിയാൽ അതിൻ്റെ ഷെറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷെറുകളുണ്ട്. പിശാചുക്കൾ വ്യാപിക്കുന്ന ഷെറ്, അത് പ്രധാനപ്പെട്ട ഷെറാണ്. രാത്രിയുടെ ഷെറ്, കള്ളന്മാരുടെ ഷെറ്, ഇഴജന്തുക്കളുടെ ഷെറ്, അതുപോലെ തന്നെ തെമ്മാടികളുടെ ഷെറ്, അങ്ങനെ ഒരുപാട് ഷെറുകൾ രാത്രിയിൽ സംഗമിക്കുന്നു. അപ്പം പ്രധാനപ്പെട്ട ഷെറ് ആ ഒരു സന്ദർഭത്തിൽ നിന്ന്, ആ ഷെറുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യാണ്? രക്ഷ ചോദിക്കുകയാണ്. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറിൽ നിന്ന്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സിഹ്റും സിഹ്റിൻ്റെ ആളുകളും അതിൻ്റെ ഷെറുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഷെറും വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് എന്ന ആയത്തിൽ ഉൾപ്പെട്ടു. സ്ത്രീകളുടെ കാര്യമാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് എങ്കിലും സിഹ്ർ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇതിൽ ഉൾപ്പെട്ടു. നഫ്ഫാസാതി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഷെറുകളെല്ലാം ഇതിൽ ഉൾപ്പെട്ടു. അപ്പോൾ സിഹറിൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നവൻ അസൂയ വെക്കുമ്പോൾ അതിൻ്റെ ഷെറിൽ നിന്നും. അസൂയ വെക്കുന്നവൻ, അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന ഷെറാണ് കണ്ണേറ്. കണ്ണേറ് പലപ്പോഴും ഉണ്ടാകുക അസൂയ വെക്കുന്ന ആളുകളിൽ നിന്നാണ്. അസൂയ വെക്കുന്നവൻ അവൻ്റെ ആ അസൂയ വെക്കുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ ഷെറുണ്ടോ, കണ്ണേറ്, അതുപോലുള്ള മറ്റു ഉപദ്രവങ്ങൾ, അതെല്ലാം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്നതിലും ഉൾപ്പെട്ടു. അപ്പോൾ നോക്കൂ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ള സൂറത്തിൽ ഷെറുകളുടെ അസ്ലും ഫർഉം എല്ലാം പെട്ടു. ഷെറുകളുടെ അടിസ്ഥാനങ്ങളും ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് ശാഖയായി തിരിയുന്ന മറ്റ് ചെറിയ ഷെറുകളും എല്ലാം ഇതിലുൾപ്പെട്ടു. ഈ തരത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ഷെറിൽ നിന്നും എന്ത് ചെയ്യാണ്?
സൂറത്തുൽ ഫലഖ് ഓതുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? രക്ഷ ചോദിക്കുന്നവൻ രക്ഷ ചോദിച്ചതിൽ വെച്ച് ഏറ്റവും അഫ്ദലായ സൂറത്ത്. അടുത്ത സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മഹത്തായ സൂറത്താണ്. ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? രക്ഷ ചോദിക്കുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹായ അള്ളാഹുവിനോട്. അള്ളാഹുവിൻ്റെ 3 പ്രധാനപ്പെട്ട ഇസ്മുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ. ഈ 3 ഇസ്മുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചത് എന്താ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്തിരിഞ്ഞു കളയുന്നവനായ പിശാചിൻ്റെ വസ്വാസിൻ്റെ ഷർറിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു, തിന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു, നന്മകൾ അതിൽ നിന്ന് അകറ്റിക്കളയുന്നു, നന്മകളെ മോശമായി ചിത്രീകരിക്കുന്നു, തിന്മകളെ അലങ്കാരമുള്ളതാക്കി തോന്നിക്കുന്നു. ഇതൊക്കെ ഷർറ്, വസ്വാസാൻ. ശൈത്താൻ അവൻ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വസ്വാസാൻ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിൽപ്പെട്ട ഷൈത്താന്മാരിൽപ്പെട്ട മനുഷ്യന്മാരിൽപ്പെട്ട. ഇപ്പം ജിന്നുകൾ അവരിലും ഷൈത്താനുണ്ട്, മനുഷ്യന്മാരിലും ഷൈത്താനുണ്ട്. ഈ 2 കൂട്ടരുടെയും ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. അപ്പോൾ നോക്കി, ഈ 2 സൂറത്തുകൾ അർത്ഥം വെച്ച് നോക്കി. ഈ 2 സൂറത്തുകൾ അതിൽ സകല ഷർറുകളും ഉൾപ്പെട്ടു. ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത് പിശാചിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭം എപ്പോഴാണ്? എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും. ഇഖ്റഅഹുമാ കുല്ലമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാര ശേഷവും ഇത് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഇത് പാരായണം ചെയ്യുക. രാവിലെ 3 തവണ, വൈകുന്നേരം 3 തവണ, നിസ്കാരങ്ങൾക്ക് ശേഷം 1 തവണ. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ ഇലാ ഫിറാശി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി ثم نفث فيهما فقرأ فيهما قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും വിരിപ്പിലേക്ക് പ്രവേശിച്ചാൽ എന്ത് ചെയ്യും? 2 കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും, എന്നിട്ട് അതിൽ ഊതും. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യും. എന്നിട്ട് ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലും തടവും. ആദ്യം തലയിൽ നിന്നാണ് തുടങ്ങുക, പിന്നെ ശരീരത്തിൻ്റെ മുൻഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിക്കുമെന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ, വേദന അനുഭവപ്പെട്ടാൽ ഇതുപോലെ സൂറത്തുകൾ ഊതി തടവാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഈ 2 സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ്. ഇത് പിശാചിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ സന്ദർഭങ്ങളിൽ പ്രാവർത്തികമാക്കുക. 3-മത്തേത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് വിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ പാരായണം ചെയ്യുവാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആരെങ്കിലും രാത്രി വിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ നിൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലാ യഖറബുക ശൈത്താനുൻ, നിന്നെ ഒരു ശൈത്താനും സമീപിക്കുകയില്ല. ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരെ ഒരു ശൈത്താനും നമ്മളെ സമീപിക്കുകയില്ല. അള്ളാഹുവിൽ നിന്ന് ഒരു ഹാഫിദ്, ഒരു സംരക്ഷകൻ നമ്മുടെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ആയത്തുൽ കുർസി ശൈത്താനിനെ അകറ്റുന്നതിൽ വളരെയധികം സ്വാധീനമുള്ള ആയത്താണ്. ആയത്തുൽ കുർസി അഅ്ദമു ആയ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. അതിൽ അള്ളാഹുവിൻ്റെ തൗഹീദാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉകളാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്.
അത് ഷെയ്ത്താനിനെ അകറ്റുന്നതിൽ വളരെയധികം സ്വാധീനമുള്ള ആയത്താണ് എന്നാണ്. ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിസ്കാരശേഷം ആരാണോ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് അവനും സ്വർഗപ്രവേശത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അല്ലാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹുവിനാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റേതാണ്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ശുപാർശ പറയാൻ ആരാണുള്ളത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മനുഷ്യന്മാരുടെ ഭാവിയും ഭൂതവും അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അള്ളാഹു അറിയുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് സൂക്ഷ്മമായി അറിയുവാൻ ആർക്കും സാധിക്കുകയില്ല. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ കുർസി, അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലം, അതാണ് കുർസി. ആ കുർസി ആകാശഭൂമികളെക്കാൾ അതിനെ ചൂഴ്ന്നിരിക്കുന്നതാണ്, അതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ. വലാ യഊദുഹു ഹിഫ്ദുഹുമാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അദീം, അള്ളാഹു എല്ലാം കൊണ്ട് ഔന്നത്യമുള്ളവനാണ്, അള്ളാഹു അത്യുന്നതനാണ്. അൽ അദീം, അങ്ങേയറ്റത്തെ മഹത്വവും ഗാംഭീര്യവുമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന, അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെ അറിയിക്കുന്ന, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയിക്കുന്ന, അള്ളാഹുവിൻ്റെ തൗഹീദിനെ അറിയിക്കുന്ന മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി. ഇത് അറിഞ്ഞുകൊണ്ട് ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ സ്വാധീനം തീർച്ചയായും പിശാചിനെ അകറ്റുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തുകൾ അഥവാ ആമന റസൂൽ എന്ന് നമ്മൾ പറയാറുള്ള ആ 2 ആയത്തുകൾ, അത് രണ്ടും പാരായണം ചെയ്യുക എന്നുള്ളതും ശൈത്താനിനെ അകറ്റുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നുള്ളത് അത് വീട്ടിൽ നിന്ന് പിശാചിനെ അകറ്റുവാൻ സഹായിക്കുന്ന കാര്യമാണ്. വീട്ടിൽ നിന്ന് പിശാചിനെ അകറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിലേക്ക് പിശാചിനെ അകറ്റാതിരിക്കുക, വീട്ടിൽ നിന്ന് പിശാചിനെ അകറ്റുക, വീട്ടിലേക്ക് പിശാചിനെ സമീപിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ പിശാച് കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പിശാചിന് ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ഒരു ജോലിയിൽപ്പെട്ടതാണ്, അതല്ലെങ്കിൽ അവൻ ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ് സ്നേഹവും ബന്ധത്തിലുള്ള ആളുകളെ പിരിക്കാൻ നോക്കുക, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ ശൈത്താനിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പിശാചിനെ അകറ്റുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അത് പൂർണ്ണമായും വീടുകളിൽ പാരായണം ചെയ്യുക എന്നുള്ളത്. സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇപ്രകാരം കാണാം, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖബറകളെ പോലെ ആക്കരുത്. മഖബറകളുടെ പ്രത്യേകത എന്താ? അവിടെ ഖുർആൻ ഓതൂല, നിസ്കാരമല്ല, ഒന്നും ഉണ്ടാകൂല, അള്ളാഹുവിൻ്റെ ദിക്ർ ഒന്നും അവിടെ ഉണ്ടാകൂല. അതുപോലെ വീടുകളാക്കരുതെന്ന് പറഞ്ഞാൽ വീടുകളിൽ ദിക്റും ഖുർആനോത്തുമെല്ലാം ഉണ്ടാകണം. കാരണം ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പായും. അവൻ അവിടെ നിന്ന് ഓടിപ്പായും, ഓടി രക്ഷപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രാവർത്തികമാക്കണം.
വീടുകളിൽ ഖുർആൻ ഓതണം. കുട്ടികളെ, വീട്ടുകാരെ നമ്മൾ ശീലിപ്പിക്കണം. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ വീടുകളിൽ നിന്ന് മരിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. വീടുകളിൽ നമ്മളിത് പ്രാവർത്തികമാക്കണം. വീടുകളിൽ സമാധാനം ഉണ്ടാകും. വലിയ അത്ഭുതകരമായ സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മർഫൂ ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, മർഫൂ ആയതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ വിധിയുള്ള വാക്കാണ്. ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലിഹി. ഒരു വീട് ആ വീട്ടുകാർക്ക് വളരെ വിശാലമായി അനുഭവപ്പെടും. അതുപോലെ തന്നെ ആ വീട് എത്ര ചെറുതാണെങ്കിലും വീട്ടുകാർക്ക് വലിയ വിശാലത അനുഭവപ്പെടും. അതുപോലെ തന്നെ വതഹ്ദുറുഹു അൽ മലായിക, ആ വീട്ടിൽ മലക്കുകൾ വരും. വതഹ്ജുറുഹു ശയാത്തീൻ, ആ വീട്ടിൽ നിന്ന് പിശാചുക്കൾ ഓടിയകലും. വയക്സുറു ഖൈറുഹു, ആ വീട്ടിലെ നന്മകളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇതാ യുഖറഉ ഫീഹിൽ ഖുർആൻ, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ. ഇനി വഇന്നൽ ബൈത ലയദീഖു അലാ അഹ്ലിഹി, വീട് വലിയ വീടൊക്കെ ആയിരിക്കും ചിലപ്പം, പക്ഷേ ആ വീട്ടുകാർക്ക് വളരെ കുടുസായി വീട് അനുഭവപ്പെടും. വതഹ്ജുറുഹുൽ മലായിക, ആ വീടിനെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ വീടിനെ ഉപേക്ഷിക്കും. വതഹ്ദുറുഹു ശയാത്തീൻ, അവിടെ ശൈത്താന്മാർ സന്നിഹിതരാകും. വയഖില്ലു ഖൈറുഹു, ആ വീട്ടിലെ നന്മകൾ കുറഞ്ഞില്ലാതെയാകും. ലിഅല്ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഖുർആൻ പാരായണം ചെയ്യുക വീട്ടിൽ, ഇതൊരുപാട് ഖൈറുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യുക എന്നുള്ളത് പിശാചിനെ അകറ്റുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകൾ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടിയിരിക്കുമ്പോൾ ഇദ് സമിഅ നഖീദൻ മിൻ ഫൗഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് നിന്ന് ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഫറഫഅ റഅസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തല ഉയർത്തിയപ്പോൾ അതാ ആകാശത്ത് നിന്ന് ഒരു വാതിൽ തുറന്ന് ഒരു മലക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ബാബും മിനസ് സമാ ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം, ഇത് ആകാശത്ത് നിന്ന് ആദ്യമായി തുറക്കപ്പെട്ട ഒരു വാതിലാണ്. ഇതുവരെ ഈ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ഇത് ഒരു മലക്കാണ്. ഈ മലക്ക് ആദ്യമായാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് ഈ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ആ മലക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി. എന്നിട്ട് ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അബ്ശിർ, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ സന്തോഷിക്കുക, ബിനൂറൈനി അല്ലദൈനി ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക്, അള്ളാഹുവിൻ്റെ റസൂലെ 2 പ്രകാശങ്ങൾ കൊണ്ട് താങ്കൾ സന്തോഷിക്കുക. ആ 2 പ്രകാശങ്ങൾ താങ്കൾക്ക് മാത്രമാണ് ലഭിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനും അത് ലഭിക്കപ്പെട്ടിട്ടില്ല. ഏതാണ് ഒരു നൂർ? ഒരു നൂർ സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തെ നൂർ ഖവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളാണ്. ആ 2 ആയത്തുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിക്കപ്പെട്ട 2 നൂറുകളിൽ ഒരു നൂറാണ്. ആ ആയത്തുകളുടെ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈമാനിനെ പുനഃസ്ഥാപിക്കുന്ന ആയത്താണ്. അള്ളാഹുവിനോടുള്ള ദുആ അതിലുണ്ട്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനീങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി കുല്ലുൻ ആമന ബില്ലാഹി
ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അവരെല്ലാവരും അള്ളാഹുവിലും അവൻ്റെ റസൂലുമാരിലും വിശ്വസിച്ചിരിക്കുന്നു. അവർ പറയുന്നു ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിൻ്റെ റസൂലുമാരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ ഒരു വേർതിരിവും ഉണ്ടാക്കുകയില്ല. വഖാലു, അവർ പറയുന്നു സമിഅ്നാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് പുറത്തു തരണം, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്ക്. നോക്കൂ, ഈമാൻ പുനഃസ്ഥാപിക്കുന്ന, പൂർണ്ണമായും അള്ളാഹുവിനും റസൂലിനും കീഴ്പ്പെടുന്ന, അത് ഉറപ്പിക്കുന്ന ആയത്താണ്. ശേഷം പറയാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമല്ലാതെ അള്ളാഹു അവൻ്റെ മേൽ ഏൽപ്പിച്ചിട്ടില്ല. ലഹാ മാ കസബത്, അവരെന്താണോ പ്രവർത്തിച്ചത് അത് അവർക്കുണ്ട്. വഅലൈഹാ മക്തസബത്, അവർ പ്രവർത്തിക്കാത്തത് അവർക്കെതിരാണ്. എന്നിട്ട് പ്രാർത്ഥനയാണ് റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചാൽ, ഞങ്ങൾക്ക് മറവി സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അള്ളാഹു ഞങ്ങൾ പിടികൂടരുതേ. റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് നീ വഹിപ്പിച്ചതുപോലെയുള്ള ഭാരം ഞങ്ങളെക്കൊണ്ട് നീ വഹിപ്പിക്കരുതേ. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹ്, ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യങ്ങൾ അത് ഞങ്ങളുടെ മേൽ നീ ഏൽപ്പിച്ചു തരരുതേ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ, ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ, ഞങ്ങൾക്ക് പുറത്തു തരണേ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങളെ കുഫാറുകളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം നൽകണേ എന്ന പ്രാർത്ഥനയാണ് ആമന റസൂൽ എന്ന ആയത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറത്തി ഫീ ലൈലത്തിൻ കഫതാഹ്, സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തുകൾ ആരാണോ ഒരു രാത്രിയിൽ പാരായണം ചെയ്യുന്നത് അവന് അത് മതിയായതാണ്. അവനത് മതിയായതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറിൽ നിന്നുമുള്ള ഒരു ഹിർസായി, ഒരു കാവലായി, ഒരു പരിചയായി അത് മതിയായതാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. എല്ലാ ഷർറിൽ നിന്നുള്ള രക്ഷയാണെന്ത്? രാത്രി ആമന റസൂൽ എന്നു തുടങ്ങുന്ന ആ 2 ആയത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത്. 7ാമത്തൊരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ദിക്ർ അത് രാവിലെയും വൈകുന്നേരവുമായി 100 തവണ ചൊല്ലുക എന്നുള്ളത് പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിന് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അള്ളാഹുവിനാണ് എല്ലാത്തിൻ്റെയും അധികാരമുള്ളത്. വലഹുൽ ഹംദു, എല്ലാ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന തൗഹീദിൻ്റെ ഈ ദിക്ർ അത് ആരെങ്കിലും ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ കാനത് ലഹു അദ്ല 10 റിഖാബിൻ, അവന് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടായിരിക്കും. വകുതിബത് ലഹു 100 ഹസനത്തിൻ, അവന് 100 നന്മകൾ രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു 100 സയ്യിഅത്തിൻ, അവനിൽ നിന്ന് 100 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. അതുപോലെ തന്നെ വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താൻ യൗമഹു ദാലിക ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ അവന് പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടായിരിക്കും. എത്ര വലിയ പ്രതിഫലമാണ് ഇത്! അമാൽ യസീറ ഉജൂർ അദീമയിൽപ്പെട്ടതാണ്. ചെറിയ കർമ്മം വലിയ പ്രതിഫലം.
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു രാവിലെ 100 തവണ ചൊല്ലുവാൻ എത്ര സമയമെടുക്കും? ചുരുങ്ങിയത് നിങ്ങൾ അത് പ്രാവർത്തികമാക്കി നോക്കിയാൽ 10 മിനിറ്റിൽ താഴെ വരുള്ളൂ. ആ 10 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അമലാണ്. മുമ്പ് സഹാബികളൊക്കെ ചെയ്ത വലിയ അമലാണ് അടിമകളെ മോചിപ്പിക്കുക. അങ്ങനെയാണ് ഈ ഉമ്മത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത്. സഹാബികൾ ചെയ്ത വലിയ അമലാണ്. നമുക്ക് ഇന്നതിന് അവസരമല്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഈ ഒരു ചെറിയ ദിക്ർ അത് 100 തവണ ചൊല്ലിയാൽ മതി. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടാകും. 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. വൈകുന്നേരം ആകുന്നത് വരെ ശൈത്താനിൽ നിന്ന് രക്ഷയും ലഭിക്കും. എത്ര വലിയ ഫضലാണ് ഇത്. നമ്മൾ തീരുമാനമെടുക്കുക ഇന്ന് മുതൽ രാവിലും വൈകുന്നേരവും ഇത് ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. അദ്കാറുകൾ കിതാബുകൾ സ്വഹീഹായി പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. വൈകുന്നേരവും ഇതുപോലെ 100 തവണ ചൊല്ലൽ സുന്നത്താണ് എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു ദിക്റിൻ്റെ ഫضലായി പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് തൗഹീദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, തൗഹീദു അഅ്ളമു വാഖിൻ ലിൽ അബ്ദ്. ഒരടിമക്ക് ഏറ്റവും വലിയ സംരക്ഷണം നൽകുന്ന ശക്തമായ കോട്ടയാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ആ തൗഹീദിൻ്റെ സ്ഥാപനം, ആ തൗഹീദിൻ്റെ ഊട്ടിയുറപ്പിക്കൽ ഈ ദിക്റിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയലാണ്. അത് ശൈത്താനിനെ അകറ്റുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ബിസ്മില്ലാ എന്ന് പറയാൻ ശൈത്താൻ അവനെ അകറ്റുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ബിസ്മില്ലാ എന്ന്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇദാ ദഖല അർ-റജുലു ബൈതഹു فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയാൽ ശൈത്താൻ അവൻ്റെ കൂടെയുള്ള ആളുകളോട് പറയും, നിങ്ങൾക്കിന്നിവിടെ ഭക്ഷണമില്ല താമസമില്ല എന്ന് പറയും. ഒരാളത് പറഞ്ഞിട്ടില്ലെങ്കിലോ അവർ പറയും, ഇന്ന് നിങ്ങൾക്കിവിടെ ഭക്ഷണവുമുണ്ട് താമസവുമുണ്ട് എന്ന് പറയുമെന്നാണ്. ഇത് വലിയൊരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ആളുകളാണ് നമ്മൾ ശൈത്താനിൻ്റെ ഭക്ഷണവും താമസവും കൊടുത്ത് നമ്മളെ വീട്ടിൽ പോറ്റുന്നുണ്ടാകുക. ഈ ഒരു ചെറിയ അശ്രദ്ധ കാരണം വലിയ കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നത് മറക്കുന്നുണ്ട് എങ്കിൽ, ഇത്ര എളുപ്പമുള്ളൊരു കാര്യം നമ്മൾ മറക്കുന്നുണ്ട് എങ്കിൽ ശൈത്താൻ എത്രത്തോളം നമ്മളെ കീഴടക്കിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത്. ബിസ്മില്ലാ എന്ന് പറയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ ബിസ്മി ചൊല്ലാൻ മറന്നു. ബിസ്മി ചൊല്ലാൻ മറന്നാൽ എന്താണ് പറയേണ്ടത്? ഇടയ്ക്ക് വെച്ച് ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി, അതിൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. അപ്പം ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. അപ്പോൾ സഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനാണ് അങ്ങ് ചിരിച്ചത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ നിൻ്റെ കൂടെ ശൈത്താനും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. നീ ബിസ്മി ഓർമ്മ വന്ന് അത് ചൊല്ലിയപ്പോൾ അവൻ കഴിച്ചിരുന്നതെല്ലാം അവൻ്റെ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു കളഞ്ഞു. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ വീട്ടിൽ കയറുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നുള്ളത് ശൈത്താനിനെ അകറ്റുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. അഊദ് ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽപ്പെട്ടതാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടുക എന്നുള്ളത്. അഊദു ബില്ലാഹിൽ അദീം
വബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ചൊല്ലിയാൽ ഷൈത്താൻ പറയും ഹുഫിദ മിന്നി സായിറൽ യൗം, ഇന്ന് ഇവൻ എന്നിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഷൈത്താൻ പറയുമെന്നാണ്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഷൈത്താനിനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാവശ്യമായ നോട്ടങ്ങൾ, അധികരിച്ച ഭക്ഷണം, അതുപോലെ തന്നെ അധികരിച്ച സംസാരം, അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ആളുകളുമായി ധാരാളമായി ഇടപഴകി ജീവിക്കുക എന്നുള്ളതെല്ലാം ഷൈത്താനിനെ നമ്മളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പം ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾ, ഹലാലായ കാര്യം തന്നെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, വർത്തമാനം പറയുക എന്നുള്ളത്, ആളുകളുമായി ഇടകൂടുക, അത് ഹറാമായ കാര്യമല്ല. അസ്ലൻ അടിസ്ഥാനപരമായത് ഹറാമായ കാര്യമല്ല. പക്ഷെ അനുവദനീയ കാര്യം അങ്ങനെ അധികരിപ്പിക്കുക, ധാരാളമായി സംസാരിക്കുക, ധാരാളമായി ആളുകളുമായി കൂടിയിരുന്ന് ദുനിയാവിൻ്റെ ആളുകളുമായി ഇടപഴകുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അധികരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷൈത്താനിനെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഷൈത്താനിനെ അകറ്റുന്ന വിഷയം ഷെയ്ഖ് ഹഫിദഹുല്ലാ അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അവസാനമായി ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്വാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും, ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, ബാത്റൂമിൽ പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു തുണി വായിൽ കടിച്ചു പിടിക്കും. കാരണം എന്താ, അറിയാതെ ദിക്റ് ചൊല്ലിപ്പോകും. കാരണം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ദിക്റ് ചൊല്ലുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ദിക്റ് ചൊല്ലാതിരിക്കാൻ എന്ത് ചെയ്യും, വായിൽ എന്തെങ്കിലും തുണി കടിച്ചു പിടിക്കും. ഇന്ന് ഉലമാക്കളിൽ നാം കാണുന്ന കാര്യമാണ്. പൊല്ലാബുകൾ വായിക്കുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ചോദ്യം വായിക്കുന്ന സന്ദർഭത്തിൽ, അവരുടെ ആ ഒരു നല്ല മൈക്കൊക്കെ ആണെങ്കിൽ ആ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ അവരിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക വ്യത്യസ്തങ്ങളായ സന്ദർഭത്തിൽ. ഒരു പണിയില്ലാത്ത കാര്യമാണ്, ഒരു കായികാധ്വാനം ആവശ്യമില്ലാത്ത കാര്യം. നാവ് അനക്കിയാൽ മതി. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് നിൻ്റെ നാവിനെ നനവുള്ളതാക്കുക. ഇത്ര എളുപ്പമുള്ള സംഗതിയാണ്, പക്ഷെ വലിയ ഫضലുള്ള കാര്യമാണ്. അപ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഷൈത്താൻ അകറ്റുന്ന കാര്യമാണ്. ദിക്റിൽ നിന്ന് നമ്മൾ അശ്രദ്ധയിലായി ജീവിക്കുമ്പോഴാണ് ഷൈത്താൻ നമ്മളെ പിടികൂടുന്നത്. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ഷൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആരാണോ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നത്, അവന് അള്ളാഹു ഒരു പിശാചിനെ കരീനാക്കി നിശ്ചയിച്ചു കൊടുക്കും. വമൻ അഅറദ അൻ ദിക്രി, ആരാണോ എൻ്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമാണ്. ഒരൊറ്റ ഹദീസ് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഖൗമിനോട് വസിയ്യത്ത് ചെയ്ത വിഷയത്തിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ദിക്ർ ചൊല്ലുന്ന വിഷയം. അദ്ദേഹം പറഞ്ഞു, വഅമുറുക്കും അൻ തദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ നിരന്തരമായി നിങ്ങൾ സ്മരിക്കുവാൻ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ഫഇന്ന മസല ദാലിക കമസലി റജുലിൻ ഖറജൽ അദുവ്വു ഫീ അസരിഹി സിറാഅൻ ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീനിൻ ഫഅഹ്റസ നഫ്സഹു മിൻഹും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവൻ്റെ ഉപമ എന്താണ്? അവനെ വധിക്കുവാൻ വേണ്ടി ഒരു ശത്രു വളരെ വേഗതയിൽ വന്നപ്പോൾ അവൻ ഭദ്രമായി ഉണ്ടാക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിൽ പ്രവേശിച്ചു. അങ്ങനെയാണ് അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ഒരുവൻ്റെ ഉപമ. കദാലിക്കൽ അബ്ദു ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാ. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടല്ലാതെ ഷൈത്താൻ അവനിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷ ലഭിക്കുകയില്ല.
എന്ന് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോട് ഉപദേശിക്കണം. അപ്പോൾ ദിക്റുകൾ ധാരാളമായി അധികരിപ്പിക്കുക. ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഹാഫദ അലാ അദ്കാരി സ്വബാഹി വൽ മസാഇ വഅദ്കാരി ബഅദ സ്വലവാതി വഅദ്കാരി നൗമി ഹുദ്ദ മിന ദാകിരീന അല്ലാഹ കസീറ. രാവിലെയും വൈകുന്നേരമുള്ള ദുആ, ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ഈ ദിക്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകൾ. ഈ 4 നേരമുള്ള ദിക്റുകൾ ഒരുവൻ പതിവാക്കി കഴിഞ്ഞാൽ, പതിവാക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം 2 ദിവസം ചൊല്ലുക, പിന്നെ ഒഴിവാക്കുക, പിന്നെ അടുത്ത മാസം, പിന്നെ ഏതെങ്കിലും ഒരാഴ്ച, അങ്ങനെയല്ല, പതിവാക്കുക. ഭക്ഷണവും വെള്ളവും പോലെ ഈ ദിക്ർ ഒരുവൻ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരിൽ ഇവൻ ഉൾപ്പെടും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരിൽ ഒരുവൻ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അള്ളാഹു വമ്പിച്ച പ്രതിഫലമായ സ്വർഗവും പാപമോചനവും അവന് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ഷെയ്ത്താനിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. ഈ പറഞ്ഞ മാർഗങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.